വയനാട് പുനരധിവാസ ടൗൺഷിപ്പിനുള്ള ഗുണഭോക്താക്കളുടെ ആദ്യഘട്ട പട്ടിക പ്രസിദ്ധീകരിച്ചു. ആദ്യ പട്ടികയിൽ 388 കുടുംബങ്ങളാണുള്ളത്. 17 കുടുംബങ്ങളിൽ ആരും ജീവിച്ചിരിപ്പില്ല. പട്ടിക പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനുള്ളിൽ പരാതി നൽകാം. 30 ദിവസത്തിനു ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. പുനരധിവാസത്തിനായി വ്യവഹാരങ്ങളില്ലാത്ത ഭൂമി എത്ര വില കൊടുത്തും സർക്കാർ ഏറ്റെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. വീടൊലിച്ചുപോയവർ, പൂർണ്ണമായും ഭാഗികമായും വീട് തകർന്നവർ എന്നിവരെയും മറ്റെവിടെയും വീടില്ലാത്തവരെയുമാണ് ഒന്നാം ഘട്ടത്തിൽ പുനരധിവസിപ്പിക്കുക. മേപ്പാടി പഞ്ചായത്ത് 382 കുടുംബങ്ങളുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ സമർപ്പിച്ചിരുന്നത്. എന്നാൽ ആദ്യഘട്ട പട്ടികയിൽ 388 കുടുംബങ്ങളാണ് ഉള്ളത്. ഇതിൽ 17 കുടുംബങ്ങളിൽ ആരും ജീവിച്ചിരിപ്പില്ല. കരട് പട്ടിക പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനുള്ളിൽ പരാതികൾ അറിയിക്കാം. 3 വാർഡുകളിലായി 371 കുടുംബങ്ങളാണ് ഇപ്പോഴുള്ളത്. വയനാട് പുനരധിവാസത്തിനായി വീടടക്കം വാഗ്ദാനം ചെയ്തവരുമായി ജനുവരി ആദ്യവാരം മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തുമെന്ന് റവന്യൂ മന്ത്രി അറിയിച്ചു. പുനരധിവാസത്തിനായി വ്യവഹാരങ്ങളില്ലാത്ത ഭൂമി എത്ര വില കൊടുത്തും സർക്കാർ ഏറ്റെടുക്കും. പുനരധിവാസം സമയബന്ധിതമായി നടപ്പാക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.